ചേരുകയാണ് ശ്രീമതി ആർ ബിന്ദു. ഗുഡ് ഈവനിങ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ കുട്ടികൾ പുറത്ത് പഠിക്കാൻ, അവിടെ തന്നെ ജോലി ചെയ്യാൻ, കുടിയേറി പാർക്കാൻ താല്പര്യപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊരു പ്രവണത അത് വളരുന്നത്? അതിന് പല കാരണങ്ങളുമുണ്ട്. ഗ്ലോബലൈസേഷൻ്റെ കാലത്ത് രാജ്യങ്ങളുടെ അതിർത്തികൾ അപ്രസക്തമാകുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. രാജ്യാതിർത്തികൾക്കപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കുമുള്ള ട്രാൻസാക്ഷൻസ് സുഗമമായി നടക്കുന്ന വിധത്തിൽ കൊടുക്കൽ വാങ്ങലുകൾ എല്ലാ മേഖലകളിലും നടക്കുകയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിലും അത് സംഭവിക്കുന്നു എന്നുള്ളതാണ്. കുട്ടികൾക്ക് ഇപ്പോൾ കൂടുതലായിട്ട് ദൃശ്യമാധ്യമങ്ങളിലൂടെ ഇതര രാജ്യങ്ങളിലെ, പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിലും അമേരിക്കയിലുമൊക്കെയുള്ള ജീവിതത്തിൻ്റെ സൂപ്പർഫിഷ്യലായിട്ടുള്ള കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ജീവിത നിലവാരം ആഗ്രഹിച്ചുകൊണ്ടാണ് അവർ മൈഗ്രേഷന് പ്രധാനമായിട്ടും തയ്യാറാകുന്നത്. ഒരു പ്രധാനപ്പെട്ട കാര്യം, മുൻകാലങ്ങളെ അപേക്ഷിച്ച് വിദ്യാഭ്യാസ ലോണുകളുടെ അവൈലബിലിറ്റി, അതുപോലെ എയർലൈൻസുകളുടെ എണ്ണം തന്നെ പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരുപാട് വർദ്ധിച്ചിരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ രാജ്യങ്ങൾ ഒരു രാജ്യത്തു നിന്ന് വേറെ രാജ്യത്തേക്ക് പോകുന്ന പ്രവണതകൾ ആഗോളവൽക്കരണത്തിൻ്റെ കാലത്ത് വളരെ കൂടുതലാണ്. മറ്റൊന്ന് പിയർ പ്രഷറാണ്. കൂടെയുള്ള സഹപാഠികളും സമപ്രായക്കാരും ആരെങ്കിലും ഒരാൾ പോകുമ്പോൾ എന്നാൽ ഞാനും പോകണം എന്നുള്ള നിർബന്ധ ബുദ്ധി, ഒരു സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ അടയാളം പോലെ ഈ വിദേശ പഠനം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പലപ്പോഴും പ്രതീക്ഷിക്കുന്ന ജീവിത നിലവാര വർധനവ് മിനിസ്റ്റർ ഇപ്പോൾ സൂചിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഒരു കാലത്ത് മിനിസ്റ്റർ, അതായത് ഒരു സാമ്പത്തിക ഒരു കാലത്ത് എഞ്ചിനീയറിംഗിനും മിനിസ്റ്റർ, സാമ്പത്തിക സ്രോതസ്സായി വിദ്യാഭ്യാസത്തെ ഒരു മൂലധനമാക്കി മാറ്റുക. അതിനായി ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുകൊണ്ടിരുന്നത് ഈ പിയർ ഗ്രൂപ്പിന്റെ പ്രഷർ എന്ന് പറയുമ്പോൾ അത് ഒരു അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലിയിൽപ്പെട്ട ആളുകളാണ് കൂടുതലായും വിദേശത്ത് പോയി പഠിക്കുന്നത് കണ്ടിട്ടുള്ളതെങ്കിൽ, ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 10 വർഷത്തെ കാലയളവ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മിഡിൽ ക്ലാസ്, ലോവർ മിഡിൽ ക്ലാസ് കുടുംബങ്ങളിൽ നിന്ന് പോലും കുഞ്ഞുങ്ങളെ വിദേശത്ത് അയച്ച് പഠിപ്പിക്കുക, വിദേശത്ത് സെറ്റിൽ ചെയ്യിക്കുക, വിദ്യാഭ്യാസം വിദേശത്ത് കൊടുക്കുന്നത് അത് ഭാവിയിലേക്കുള്ള ഒരു സാമ്പത്തിക സ്രോതസ്സിന്റെ അടിത്തറയായി മാതാപിതാക്കളും കരുതുന്നു. കേരളത്തിൽ പഠിച്ചാൽ അത്ര വരുമാനമുള്ള ജോലിയൊന്നും കിട്ടില്ല എന്നൊരു തോന്നൽ മാതാപിതാക്കൾക്കിടയിലും രൂപപ്പെട്ടിട്ടില്ലേ? മാതാപിതാക്കളെക്കാൾ കുട്ടികൾക്കിടയിൽ തന്നെയാണ് അത് രൂപപ്പെടുന്നത്. അവരുടെ പ്രതീക്ഷകൾ പലപ്പോഴും വ്യർത്ഥമായി തീരുന്നു എന്നുള്ളതും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ മരുപ്പച്ചയാണ് എന്ന് കരുതി പോകുന്നവർ അവിടെ ചെന്ന് അവിടുത്തെ ജീവിതത്തിൻ്റെ കഠിന യാഥാർത്ഥ്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കുമ്പോൾ അവർക്ക് അവരുടെ സ്വപ്നങ്ങൾ ശരിയല്ല എന്ന് മനസ്സിലാകുന്ന ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് തിരിച്ചറിയാനാകും. പക്ഷേ ലോകമെമ്പാടുമുള്ള ഉന്നത വിദ്യാഭ്യാസ അവസരങ്ങൾ തേടി ഇന്ന് കുട്ടികൾക്ക് പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം അവർക്ക് ഇൻ്റർനെറ്റിലൂടെയൊക്കെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളെ മനസ്സിലാക്കാനും ഒക്കെ സാധിക്കും. നിർഭാഗ്യകരമായ കാര്യം, നമ്മുടെ ഏജൻസികൾ ഇങ്ങനെ ലേലം വിളിച്ചെടുക്കുന്നത് പോലെ കുട്ടികളെ ക്യാൻവാസ് ചെയ്തും പരസ്യം ചെയ്തും വിളിച്ചു കൊണ്ടുപോകുന്നത് അംഗീകാരമില്ലാത്തതോ അല്ലെങ്കിൽ കടലാസിൽ പ്രവർത്തിക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളിലേക്കാണ്. വലിയ റെപ്യൂട്ടഡ് അല്ലാത്ത സർവകലാശാലകളിലേക്കും കലാലയങ്ങളിലേക്കും ഒക്കെ റിക്രൂട്ട് ചെയ്ത് കൊണ്ടുപോകുന്ന സ്ഥിതിയും ഇന്ന് നിലവിലുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പരിശോധിച്ച് വേണം കുട്ടികൾ പോകാൻ എന്നുള്ള മുന്നറിയിപ്പാണ് നമുക്ക് അവർക്ക് നൽകാനുള്ളത്. ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് എല്ലാ റിക്രൂട്ടിംഗ് ഏജൻസികളെയും പരിശോധിച്ച് അവരുടെ പ്രവർത്തനങ്ങൾ വളരെ നിശിതമായിട്ട് തന്നെ എക്സാമിൻ ചെയ്ത് അവരെ ലിസ്റ്റ് ചെയ്യാനുള്ള നടപടികളിലേക്ക് പ്രവേശിക്കുകയാണ്. തീർച്ചയായും ചേരുന്ന യൂണിവേഴ്സിറ്റികളും കോളേജുകളും എല്ലാം തന്നെ ഒരേ നിലയിൽ ഗുണനിലവാരമുള്ളവയല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ കുട്ടികൾ പലപ്പോഴും വഞ്ചിതരാകുന്നുണ്ട്. അതുപോലെ വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറി പോകുന്ന കുട്ടികൾ പലരും പഠിക്കുമ്പോൾ തന്നെ തൊഴിൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ടുകൂടി പോകുന്നവരാണ്. അത് ഇപ്പോൾ കേരളത്തിലും പുതിയ 4 ഇയർ UG പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ഏൺ വൈൽ യു ലേൺ എന്ന സമീപനത്തോടെയാണ് നാം കരിക്കുലം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പഠിക്കുമ്പോൾ തന്നെ തൊഴിൽ ചെയ്യാനും തൊഴിലാഭിമുഖ്യം വളർത്താനും ഒക്കെ കഴിയുന്ന നിലയിലുള്ള സമീപനം നമ്മളും സ്വീകരിക്കുകയാണ്. പക്ഷേ വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്ന കുട്ടികൾ പലപ്പോഴും യൂറോപ്പിലും ഓസ്ട്രേലിയയിലുമൊക്കെ
വയോജന പരിപാലന രംഗത്തൊക്കെ ശ്രമകരമായിട്ടുള്ള ജോലികളാണ് ചെയ്യേണ്ടി വരുന്നത്. അവരുടെ സ്വന്തം അമ്മൂമ്മയെയും മുത്തച്ഛനെയും ഒക്കെ അവർ പരിചരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഉത്തരമാണ് കിട്ടുക. പക്ഷേ വിദേശ രാജ്യങ്ങളിൽ അറിയപ്പെടാത്ത അമ്മൂമ്മമാരെയും മുത്തച്ഛന്മാരെയും ഒക്കെ പരിചരിക്കുന്ന ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്ത് നിർവഹിക്കുന്നു. അതാണ് ഇതിലെ തമാശ കലർന്ന ഒരു വൈരുദ്ധ്യം. എന്തായാലും പല പല ഡൈമെൻഷൻസ് ഈ പ്രശ്നത്തിനുണ്ട്. അത് പഠന വിധേയമാക്കിയിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. ആ പഠനത്തെ ആധാരമാക്കിയിട്ടുള്ള നിയമനിർമ്മാണത്തിന് തയ്യാറെടുക്കുകയാണ്.